റാപ്പർ വേടനെ കുറിച്ചുള്ള പാഠഭാഗം പാബ്ലോ നെരൂദയുടെ പേരിലുള്ള AI കവിത എന്നീ വിഷയങ്ങളിൽ വിശദീകരണം തേടി കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ. കേരള സർവകലാശാല 4 വർഷ ഡിഗ്രി സിലബസിലാണ് ഇരു സംഭവങ്ങളും ഉൾപ്പെട്ടിരുന്നത്. അടിയന്തരമായി വിശദീകരണം നൽകണമെന്നാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, എന്താണ് വിശദീകരണം തേടാൻ കാരണമായത്? ദിവ്യ, എന്തായാലും മോഹനൻ കുന്നുമ്മലാണ് വൈസ് ചാൻസലറാണ് നിലവിൽ ഈ വിശദീകരണം തേടിയിട്ടുള്ളത്. സ്വാഭാവികമായും നമുക്കറിയാം RSS അജണ്ടയാണ് അദ്ദേഹം പലതവണയായി നടപ്പിലാക്കുന്നത്. സംഘപരിവാർ അനുകൂലിയാണ് അദ്ദേഹം എന്നുള്ള വിമർശനം വലിയ തരത്തിൽ ഉയരുകയും സർവകലാശാലയിലെ പ്രതിസന്ധിയൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് നിലവിൽ ഈ ബോർഡ് ഓഫ് സ്റ്റഡീസ് നിശ്ചയിച്ചിരിക്കുന്ന റാപ്പർ വേടനെ പറ്റിയുള്ള പാഠഭാഗം ഒഴിവാക്കാനുള്ള, അതിൽ വിശദീകരണം നൽകാനുള്ള നിർദ്ദേശം ഇപ്പോൾ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. കേരള സ്റ്റഡീസ് ആൻഡ് കൾച്ചർ എന്ന പാഠഭാഗത്തിലാണ്, സിലബസിലാണ് വേടനെ കുറിച്ചുള്ള ഭാഗം പ്രതിപാദിക്കുന്നത്. ഡിസ്കോഡിംഗ് ദ റൈസ് ഓഫ് മലയാളം റാപ്പ്, എ ഡീപ് ഡൈവ് എന്ന ലേഖനമാണ് പഠിക്കാനുള്ളത്. ഇതിൽ വേടനെ പറ്റി പറയുന്നത്, വേടൻ അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായി അത്തരം ഒരു കലാരൂപത്തെ ഉയർത്തിക്കൊണ്ടുവന്ന ആളാണ് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. സംഗീതത്തിലൂടെ മലയാള റാപ്പ് രംഗത്ത് ചെറുത്തുനിൽപ്പിന്റെയും ശാക്തീകരണത്തിന്റെയും പ്രതീകമായി വേടൻ മാറുകയും ചെയ്തിട്ടുണ്ട് എന്നും ലേഖനം പഠിപ്പിക്കുന്നു. എന്തായാലും 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള 3ാം സെമസ്റ്ററിലാണ് ഈ പാഠഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലാണ് ഇപ്പോൾ വിശദീകരണം ആവശ്യപ്പെട്ട് VC മോഹനൻ കുന്നുമ്മൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങൾക്ക് കത്ത് നൽകിയിരിക്കുന്നത്. വിജിൻ വായാന്തോടാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.